ഞങ്ങൾക്കിത് ഇവിടുത്തെ ഈ റഷ്യൻ സ്റ്റൈൽ ഫുഡ് ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഒരു അങ്കിൾ ഉണ്ടാക്കി തരുവാണ്. കഴിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ചോദിച്ചു ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മേക്ക് ചെയ്ത് തരുവാണ്. ഈ അങ്കിളായിരുന്നു ഞങ്ങളുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നത്. നല്ല സ്നേഹമായിരുന്നു. ഞങ്ങൾക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നു. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിലും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. മാക്സിമം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ഞങ്ങൾക്ക് ചുമയുടെ മരുന്നും അതുപോലെ തന്നെ മേല് വേദനയൊക്കെ വന്നിട്ട് അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നു. ഞങ്ങളിപ്പോൾ ബിസ്ക്കറ്റും കുറച്ച് ഫ്രൂട്ട്സും എടുത്ത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ അതുമാത്രം കഴിച്ചാൽ പോലെ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഈ ഫുഡും കൂടെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ് ഈ ഫുഡ്. അതാണ് റഷ്യൻ സ്നേഹം. റഷ്യയുടെ സ്നേഹം എന്താണെന്ന് ഇപ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത ഞാനത് കഴിക്കാൻ പോകാം. ഇതുണ്ടോ, ബട്ടറും മീറ്റും ബ്രെഡും ഇവിടുത്തെ ഹെൽത്തി ഫുഡാണ്. പേമിൽ 9 മണി. അതായത് ഞങ്ങൾക്ക് പോകേണ്ടത് പേമിലോട്ടാണ്. അപ്പോൾ പേമിൽ ഇപ്പോൾ ടൈം ഞാനിപ്പോൾ വാച്ചിൽ സെറ്റ് ചെയ്തത് 9 മണിയായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് സമയം 7 മണിയാണ്. ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ ടൈം ഡ്യൂറേഷനാണ്. അപ്പോൾ പേമിൽ 5 മണിക്കാണ് ഞങ്ങളിവിടെ എത്തുന്നത്. പിന്നെ അപ്പോൾ ആളിൻ്റെ പേര് വാദിമാർ എന്നാണ്. അപ്പോൾ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തതുണ്ട്. ഞങ്ങളിത് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഈ ജ്യൂസും പിന്നെ കുറച്ച് കേക്ക് ഐറ്റംസും മാത്രമേ മേടിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങളിത് കഴിക്കുന്ന കണ്ടിട്ട് പുള്ളിയുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് കാണിച്ചു. അപ്പോൾ നമ്മുടെ റഷ്യക്കാരുടെ സ്നേഹമാണ് നമ്മൾ ഇതിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ട്രെയിനിൽ പേമിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ ട്രെയിനിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ ചെറിയൊരു ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കാണാം കേട്ടോ. Я говорю, до Перми научимся по-вашему и по-нашему говорить. Не понимаешь? Понимаешь. Another friend. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഒരാൾക്കൊരു സാധനം കൊടുത്തു എന്നതിന് പറയുന്നത് മേ ആപ്പിൾ പതരി കൊടുത്തു എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ആള് ഞങ്ങൾക്ക് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുവാണ്. ഇപ്പോൾ പരിചയപ്പെട്ടതാണ്, പെട്ടെന്ന് കമ്പനിയായി. ഞങ്ങളത് ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് ആൾക്ക് കൊടുക്കും. എടാ ആൾക്ക് കട്ട് ചെയ്യണം. ഞങ്ങളിപ്പോൾ ആപ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ആപ്പിൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ആപ്പിൾ കൊടുക്കാൻ നേരത്തെ നമ്മൾ കഴിക്കാൻ നമ്മൾ ഹെൽത്തി ഫുഡാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരിവിടെ പറയുന്നത് വിറ്റാമിൻ ഫുഡാണ് കേട്ടോ ആപ്പിൾ. അങ്ങനെയാണ് ഇവരിവിടെ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാറിനെ പറയുന്നത്, അതായത് നമ്മൾ കാറ് തന്നെയല്ലേ പറഞ്ഞത്, ഇവിടെ കാറിനെയൊക്കെ പറയുന്നത് മെഷീൻ എന്നാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പയ്യെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ട്. എൻ്റെ 6ാമത്തെ ദിവസമാണ്. പയ്യെ റഷ്യൻസും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദിവസം കൂടെയാണ് പോകുന്നത്. ഇവിടെ പുറത്ത് -3 ഡിഗ്രി തണുപ്പ് വരുന്നത്. നല്ല തണുപ്പുണ്ട് പുറത്ത്. അപ്പം ഇനി വിശേഷങ്ങൾ കാണാം. ബാക്കി ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഞങ്ങൾ വിറ്റമിൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് വേറെ ആളുണ്ട്, മേളിലെ ബർത്തിലെ ആളാണ്. ആള് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ കട്ട് ചെയ്യാൻ കത്തിയില്ലാത്തതുകൊണ്ട് ആള് കത്തി കൊടുത്തത് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളത് അടിയിൽ ഈ ഫുഡ് കഴിക്കണ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് ചാർജിൻ്റെ സ്ലോട്ടൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഏകദേശം റേഞ്ച് ആയിട്ടുണ്ട്. ഈ പതറി
А чай не пьешь? വീണ്ടും 9 കുറവാണ്. Я кофе നമ്മുടെ сам- ഇന്ത്യയിലെ സമയം Чай пью, кофе нет. നമ്മൾ പോണ സമയം Ну, പേമിലെ സമയം 9:15. 9 ആ പേമിലെ സമയം കറക്റ്റാണ്. 9 4 9 9:45. ആ അതിനോട് പ്രത്യേകിച്ച് ഇവിടെ this is perm time is 9:50. perm time пермская. permska Пермская. 9:15. Пермская. this place. Это не московская. Это О. пермское. Чисто пермское время. Oh. Это, അതായത് ഞങ്ങൾക്ക് പോകേണ്ടത് പേമിലാണ്. അപ്പോൾ പേമിലത്തെ സമയം ഇപ്പോൾ 9:30 അപ്പോൾ ഞങ്ങൾ പേമിൽ എത്തുന്ന ടൈമാണ് കൊടുത്തേക്കുന്നത്. Москва. Вот Москва. Москва. Время. Тайм. Moscow time. Москва, да. I think this 7:12. Да? Москва. Я. Это пермская. ഓക്കെ. Пермь. Время. Не. ഞങ്ങൾക്ക് പോകേണ്ടത് പേമിലാണ്. അപ്പോൾ പേമിലത്തെ സമയം അനുസരിച്ചാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതനുസരിച്ച് അവിടെ എത്തണം. Через 10. Так, час, 2, 3, 4, 5, 6, 7. Через 7. То есть через 7. Через 7. ഓക്കെ Через 7. 7. 7. Как часов сказать? А по-твоему как? Сад? Сад? Да, сад. А, сад, он не понимает. സാത്ത് ഹിന്ദി Сад. ഹിന്ദി Не, nine. No. ഇംഗ്ലീഷ് സ്പീക്ക് ഇംഗ്ലീഷ്. English. No. ഉസ്ബെക്ക്. Да. ഓഫ് ഐ ഡോണ്ട് നോ. Узбекистан. ഓ Таджикистан. ഓക്കെ ഫൈൻ. Russia. റഷ്യ. ഓക്കെ ഗൈസ്, ഞാൻ എന്താ നിങ്ങൾക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടുത്തെ കാണിച്ചു തരാം. നമുക്ക് എക്സിറ്റ് ഡോർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ, ഒരുപാട് ഡിഫറൻസ് ആണ്. ജസ്റ്റ് നമ്മൾ ഉള്ളിലോട്ട് പോകാൻ നേരത്ത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡോർ ഓപ്പൺ ആവും. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ ഉള്ളിലോട്ട് കയറുക. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഈ റൈറ്റ് സൈഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഗ്രീൻ സിഗ്നലാണെങ്കിൽ ഉള്ളിലോട്ട് കയറാമെന്നാണ് അർത്ഥം. കയറി കഴിയാൻ നേരത്തെ നമുക്ക് ബാത്റൂം പിന്നെ ഫ്രഷ് ആവാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഫ്രഷ് ആവുന്നത്, കണ്ടില്ലേ. പിന്നെ നമ്മളിത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂം, അതുപോലെ തന്നെ ഇവിടെ വാട്ടർ വരുന്നത് കാണിച്ചു തരാം. നമ്മൾ കൈ വെച്ചാൽ മതി, സെൻസറാണ്. ജസ്റ്റ് ഹാൻഡ് വെച്ച് കഴിഞ്ഞാൽ സെൻസറാണ്, ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, കണ്ടില്ലേ. ഇതുപോലെയാണ് നമുക്കിവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് പുറത്തോട്ട് ഇറങ്ങുവാണ്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യാബിൻ. അതായത് നമ്മുടെ നാട്ടിലെ തേർഡ് AC പോലെ തന്നെ. അപ്പോൾ ഇത് ഇവിടെ ഞങ്ങളുടെ കോച്ചും കാര്യങ്ങളും കാണിച്ചു തരാം. ഉൺസ് ഇവിടെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അങ്കിൾ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇതാണ് ഉൺസ്. നമ്മളിത് അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്പോട്ടുണ്ട്. ഇതിവിടെയാണ് ഹോട്ട് വാട്ടർ, റൈറ്റ് സൈഡ് കൂൾ വാട്ടറും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതിന് സെപ്പറേറ്റ് പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ട്രെയിൻ നോൺ സ്മോക്കിംഗ് ആണ്. ഇവിടെ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1500 ഫൈൻ വരുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.